ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബാക്കി വന്ന ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് എത്രത്തോളം ബ്രെഡ് വേണോ അത്രയും ബ്രെഡ് ഇടാം. എന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ ക്രംസൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ ബ്രെഡിൻ്റെ ക്രംസിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ എനിക്ക് ആ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർക്കേണ്ടി വന്നു. പിന്നെ നമുക്കിത് ഇങ്ങനെ പൊരിക്കാൻ പറ്റൂല, നമ്മുടെ ബ്രെഡ് എണ്ണ കുടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പ് കടലമാവും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കുമ്പോൾ പതുക്കൊന്ന് ഉണ്ടൊറ്റാൻ പറ്റണം. നമുക്കൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ തവിടെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് ഞാനിവിടെ ഒരു മോഡലായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് അത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ 2 സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എന്താ എല്ലാം ചെയ്തെടുത്തു. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ പൊളിച്ച് വെക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും എന്നാൽ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.